ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ബിരുദധാരികൾക്കും അതേപോലെ ബിടെക്കുകാർക്കും അവസരം കേരള ഹൈക്കോടതിയിൽ ജോലിക്ക് അപേക്ഷിക്കാം. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും അവസാനം കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, കൊച്ചിയിലാണ് കേരള ഹൈക്കോടതിയിൽ വരുന്ന വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്ന വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. ആകെ 49 ഒഴിവാണ് ഇപ്പോൾ വിജ്ഞാപനത്തിലൂടെ നികത്തുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 2025 ഡിസംബർ 16 വരെ ഹൈക്കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഏറ്റവും അധികം ഒഴിവുള്ളത് ട്രാൻസ്ലേറ്റർ തസ്തികയിലാണ്. അത് 20 ഒഴിവുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ട്രാൻസ്ലേറ്റർമാർക്ക് 31-20 രൂപയാണ് ശമ്പളം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 16 ഒഴിവ്, അതേപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 12 ഒഴിവ് എന്നീ തസ്തികകളിലേക്കും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 30,000 രൂപയും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് 22,240 രൂപയുമാണ് ശമ്പളം. ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ IT, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഡിപ്ലോമയുള്ളവർക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികൾക്ക് അപേക്ഷിക്കാം. അതേപോലെ ബിരുദധാരികൾക്ക് കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റോടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കാണാൻ അവസരമുണ്ട്. സീനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിൽ ഒരു ഒഴിവുണ്ട്. MCA BTech ബിരുദധാരികൾക്ക് 60,000 രൂപ ശമ്പളത്തിൽ ഈ തസ്തികയിൽ ജോലി നേടാൻ സാധിക്കും. ട്രാൻസ്ലേറ്റർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് 1989 ജനുവരി 2-നും 2007 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ യോഗ്യത. സീനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർക്ക് പ്രായപരിധിയിൽ മാറ്റമുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ, ഒപ്പ് എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.